ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നേരത്തെ ഒരു PVC പൈപ്പിൽ നട്ട് വെച്ചിരുന്ന 10 മണിയാണ് ഇത്. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇതുപോലെ ആയി. ചെടികളെല്ലാം കരിഞ്ഞു. അതിനു ചുറ്റും മഴ പെയ്തപ്പോഴേക്കും എല്ലാ ചെടികളും കാടുപിടിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ചുവടൊക്കെ ആദ്യം വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ PVC പൈപ്പിൽ നിൽക്കുന്ന 10 മണി ചെടികളെല്ലാം പറിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചെടികളെല്ലാം നീക്കം ചെയ്ത ശേഷം നമുക്ക് ഇതിൽ കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം മാത്രം നമുക്ക് ഇതിലോട്ട് 10 മണി ചെടി നട്ട് കൊടുക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പൂവ് ലഭിക്കുകയുള്ളൂ. അതിനായി നമ്മൾ കുറച്ച് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് അത് ഈ PVC പൈപ്പിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഇതിൽ നിന്ന് നീക്കം ചെയ്ത 10 മണി ചെടികളിൽ നിന്നും നമുക്ക് ചെറിയ കുറേ തണ്ടുകൾ ഒടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഓരോ ഹോളിലേക്കും അത് വെച്ച് കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ചെടി നട്ടതിന് ശേഷം നമുക്ക് കുറച്ച് മണ്ണും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ പൈപ്പിന് ചുറ്റും 2-3 ചെടികളും കൂടി നട്ട് ഡിസൈൻ ചെയ്യണമെന്നായിരുന്നു കരുതിയിരുന്നത്. അപ്പോഴേക്കും രാത്രിയായി. രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ചെടികളൊന്നും നടുന്നില്ല. ഇനി ഇതിന് ചുറ്റും നടുന്ന ചെടികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. നമ്മൾ നട്ടുവെച്ചിരിക്കുന്ന 10 മണി ചെടിയുടെ ചുവട്ടിലായി കുറച്ച് പോട്ടി മിക്സും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ നട്ടുവെച്ചിരിക്കുന്നത് പോലെ ധാരാളം 10 മണി പൂക്കൾ നമുക്ക് ലഭിക്കും. വീട്ടിൽ ഉപയോഗമില്ലാതെ കിടക്കുന്ന പൈപ്പുകളൊക്കെ ഇതുപോലെ ഹോളിട്ട് കൊടുത്ത് നമുക്ക് 10 മണി ചെടി നടാം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ കൂടെ എന്നെയും കൂട്ടുക. താങ്ക് യു.